നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. വി.ഡി. സതീശനും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തലയും ഒക്കെ. പക്ഷേ അതൊരു ശക്തമായ പ്രതികരണമല്ല പലപ്പോഴും. കാരണം ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ട് സർക്കാരിനെതിരെ, CPM-നെതിരെ, സർക്കാർ നയിക്കുന്ന ദേവസ്വം ബോർഡിനെതിരെ, അതിലെ പ്രധാനപ്പെട്ട ആളുകൾ പോലും പിടിയിലായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയോ UDF ഒരു ശക്തമായ പ്രതികരണം നടത്താത്തത് എന്താണ് എന്നുള്ള സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? ഉണ്ട്. കഴിഞ്ഞ ദിവസം ചില ചിത്രങ്ങൾ പുറത്തു വന്നു. അതായത് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയും മറ്റുമായിട്ടൊക്കെ നിൽക്കുന്ന ചില ചിത്രങ്ങളാണ് പുറത്തു വന്നത്. സോണിയാഗാന്ധിയും ചില പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളും ഒക്കെയായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്താണ് ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? സോണിയാഗാന്ധി UP അധ്യക്ഷയായിരുന്നു, അവർ MP ആയിരുന്നു, രാഹുൽ ഗാന്ധിയുടെ അമ്മയാണ്, കോൺഗ്രസിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ നേതാവാണ്. അവർക്കും ഈ കീഴ്ശാന്തിയുടെ ജീവനക്കാരനായി എത്തി ശബരിമലയിൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തമ്മിൽ എന്താണ് ബന്ധം? തീർച്ചയായിട്ടും വെറുതെയല്ല കോൺഗ്രസുകാർക്ക് ശബരിമല കൊള്ളയിൽ മൗനം. ഈ ചിത്രത്തിന് ചില കമന്റുകളും ചില അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോണിയ ഗാന്ധിയുടെ സഹോദരി ഇറ്റലിയിലെ പുരാവസ്തു കച്ചവടക്കാരിയാണ്. ആയമ്മയുടെ കടയിൽ വിഗ്രഹങ്ങളുടെ കൂമ്പാരമാണ്. കാരണം കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു, ഇവിടുന്ന് പല വിഗ്രഹങ്ങളും ഇതുപോലുള്ള ചില ആന്റിക് പീസുകളും ഒക്കെ ഇന്ത്യയിലെ പല മ്യൂസിയങ്ങളിൽ നിന്നും കണക്കിൽപ്പെട്ടും പെടാതെയും ഒക്കെ കാണാതായിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. അത് ഈ ശബരിമല സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലാണ് സൂചിപ്പിച്ചത്. ശബരിമലയിലെ സ്വർണ്ണക്കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സോണിയാഗാന്ധിക്ക് എന്ത് ബന്ധം? ഇവിടെ വിഗ്രഹം, അയ്യപ്പന്റെ വിഗ്രഹവും അതുപോലെയുള്ള അമൂല്യ വസ്തുക്കളും ഒക്കെ ഇറ്റലിയിലെ ആന്റോണിയോ മൈനോ എന്ന സോണിയാഗാന്ധിയുടെ സഹോദരി അവർക്ക് പുരാവസ്തു കച്ചവടക്കാരിക്ക് മറിച്ചു വിറ്റോ എന്നുള്ള സംശയം ഇപ്പോൾ സ്വാഭാവികമായി ഉയരും. നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ അത് അന്വേഷിക്കണം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത്. VS ശിവകുമാർ ദേവസ്വം മന്ത്രിയും അനുജൻ VS ജയകുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്നു. വെറും ദ്വാരപാലകരെ മാത്രമല്ല, ഒറിജിനൽ താഴികക്കുടം വരെ കൊള്ളയടിച്ചു കൊണ്ടുപോയത് വെറും ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ദേവസ്വം ഉദ്യോഗസ്ഥരോ മാത്രമാകില്ല. കോൺഗ്രസുകാരുടെ അർത്ഥഗർഭമായ മൗനത്തിനും പ്രത്യേക കാരണം ഉണ്ടാകാതിരിക്കാൻ തരമില്ല എന്നും ചില കമന്റുകൾ ഉണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഇതിനകത്ത് നടന്നിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി എന്ത് ഡീൽ നടത്തി? അതിനകത്ത് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരുന്നു, അതുപോലെ VS ജയകുമാർ ദേവസ്വം കമ്മീഷണറായിരുന്നു. ഈ രണ്ട് സർക്കാരുകളുടെ ബോർഡുകളെ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഇതിനകത്ത് നടന്നിട്ടുണ്ടോ? 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുണ്ട്. 2010 മുതൽ ആണ് ശരിക്കും UPA സർക്കാരും സോണിയാഗാന്ധിയും ഒക്കെ നല്ല ശക്തമായി വന്നത്. അവരുടെ രണ്ടാം UPA സർക്കാരിലാണ് കുറെ കൂടി ശക്തമായ ഒരു നിലയിലെത്തിയത്. അവർ ഒന്നാം UPA സർക്കാർ കഴിഞ്ഞ് രണ്ടാമതും വന്നപ്പോൾ അവർക്കങ്ങ് അഹങ്കാരമായി. അങ്ങനെ അവർ വലിയ ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ നിലയിലേക്ക് എത്തുകയായിരുന്നു. അപ്പം ഈ ഇടപെടൽ എന്തിനു വേണ്ടിയായിരുന്നു? വെറുതെ സോണിയാഗാന്ധിയെ കണ്ടതാണ്. സോണിയാഗാന്ധിയെ പോലെ പ്രമുഖയായ ഒരു കോൺഗ്രസ് നേതാവിനെ വെറുതെ കാണേണ്ട കാര്യമുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്? ഇതിനകത്തെ ഡീലുകൾ ആരൊക്കെ തമ്മിലാണ്? അതായത് ഇടതനും വലതനും ഒക്കെ ഇതിൽ ബന്ധമുണ്ട് എന്ന് തീർച്ചയായിട്ടും സംശയിക്കാം. അതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു വാർത്തയിൽ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എല്ലാം കണ്ടെത്തും. ആന്റോണിയോ മൈനോ എന്ന സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് വർഷങ്ങളായി ഇറ്റലിയിലെ വിവിധ പ്രദേശങ്ങളിൽ, ജർമ്മനിയിലൊക്കെ തന്നെ പുരാവസ്തു കച്ചവടങ്ങൾ ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് പലതും ഇവർ വാങ്ങിയിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ അധികൃതമാണോ അനധികൃതമാണോ? അതുപോലെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ കോൺഗ്രസ് ഭരണകാലത്ത് ഇവിടുന്ന് ഓരോരുത്തന്മാർ അടിച്ചുകൊണ്ട് പോയതൊക്കെ തന്നെ ഇന്ത്യ തിരികെ പിടിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ. അതുപോലെ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സോണിയാജിയുടെ സഹോദരിയായാലും ശരി, ആരായാലും ശരി, ഇതൊക്കെ തിരിച്ചു പിടിക്കണം. ഒപ്പം അയ്യപ്പ വിഗ്രഹവും അതുപോലെ താഴികക്കുടവും ഒക്കെ ഊരിക്കൊണ്ടുപോയി അവിടെ വിറ്റോ? എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. എന്തായാലും പുതിയ പുതിയ ചിത്രങ്ങളും വാർത്തകളും വിവരങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു.